ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഓപ്പോ റെനോ 16 കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് 12 GB റാം വരുന്ന ഫോണും 256 GB സ്റ്റോറേജും വരുന്ന ഫോണാണ്. ഈ ഫോണിനെ പറ്റിയാണ് എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. ഈ ഫോൺ ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്യുന്ന. ഇതാണ് ആ ഫോൺ ഗൈസ്. ഇതാണ് നമ്മളുടെ സ്വന്തം. ഇത് ഒരു കാര്യം പറയാം, ഈ ഒരു കളർ, ഇതിൻ്റെ പേര്, ഈ കളറിൻ്റെ പേര് സ്റ്റാറി വൈറ്റ്. ഓക്കെ, സ്റ്റാറി വൈറ്റ് എന്നാണ് ഈ കളറിൻ്റെ പേര്. പിന്നെന്തോ ഒരു നെബുല, വേറെ 2 കളറുണ്ട് കേട്ടോ, ട്വൈലൈറ്റ് വയലറ്റും സ്റ്റെല്ലർ പെർപ്പിളും. അത് വാങ്ങിക്കരുത്, ഇത് വാങ്ങിക്കണം. ഇതിൽ നിങ്ങളൊരു കുറേ വരണ്ട, ഒരു 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 പ്ലാനറ്റിൻ്റെ ഒരു പരിപാടി. ഈ സാധനം ഈ ക്യാമറയെ കാണുന്ന പോലെയല്ല, ലിറ്ററലി നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഓപ്പോ ഈ എഴുതിക്കുന്ന ഓപ്പോ ഇങ്ങനെ തറയിൽ കിടന്നിട്ട് ഈ സാധനം ഇങ്ങനെ ഏറി നിൽക്കും. ഹോളോഗ്രാഫിക് എന്തോന്നോ ടെക്നോളജിയാണ് അവർ, 3D. നമുക്ക് ഒരു കണ്ണാടിയോ ഒന്നും വെക്കാതെ ഇതിങ്ങനെ അത് നമ്മളിങ്ങനെ ഓരോ ആംഗിളിൽ കൂടെ നോക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ മാറും. ഒരു രക്ഷയിലൂടെ ഇതിൻ്റെ ഈ ഡിസൈൻ മേടിക്കണമെങ്കിൽ ഇത് മേടിക്കണം. കുറച്ച് പേരെ ഇങ്ങനെ കിളി പറക്കും, എന്നിങ്ങനെ നോക്കിപ്പോവും. നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ ഒരിക്കലും നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇത് പല രീതിയിലുള്ള ലെയറിങ് ഒക്കെ വെച്ചിട്ടൊക്കെ നമ്മളെ കണ്ണിൽ നമ്മൾ കണ്ണിൽ ഇതുണ്ടല്ലോ ആംഗിൾ വെച്ചിട്ട് ഒരു ഹോളോഗ്രാഫിക് പരിപാടിയാണ് അവർ പിടിച്ചേക്കുന്നത്. അത് സമ്മതിക്കണോടെ. അത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോഴേ ഞാൻ എന്താണ് ഈ പറയണതെന്ന് മനസ്സിലാവുള്ളൂ. കിടിലാണ് ഡിസൈൻ. ഗ്ലാസ് ബാക്കാണ് വരുന്നത്, അലൂമിനിയം ഫ്രെയിം. ഇവിടെ നമുക്ക് AI ബട്ടൺ വരുന്നുണ്ട്, മോളിൽ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് USB സ്റ്റാൻഡേർഡ് 2.0 ആണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, നാനോ സിം വരുന്നുണ്ട്, പവർ, വോളിയം ബട്ടൺ. ചെറിയൊരു കോമ്പാക്ട് സൈസാണ് അവർ ഈ വർഷം പിടിച്ചേക്കുന്നത്. 6.3 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വരുന്ന ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഫോണായിട്ടാണ് ഈ വർഷം വന്നിരിക്കുന്നത്. പിന്നെ പെട്ടിയിലകത്ത് ഇങ്ങനത്തെ ഒരു കേസ് കിട്ടും. ഇത് കണ്ടാരും തെറ്റിദ്ധരിക്കരുത്. ഇത് ഈ ബബിൾ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അകത്ത് വന്ന മാഗ്നറ്റിക് സ്റ്റിക്കറാണ്. അത് ഈ OnePlus ബബിൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ഇതേപോലെ ഒട്ടിച്ച് വയ്ക്കാനുള്ള ഒരു പരിപാടിയാണ്. ഈ ബബിളിനൊക്കെ പറ്റി ഞാൻ പിന്നെ പറയാം, രസമുള്ളൊരു പരിപാടിയാണത്. അപ്പോൾ ഈ സാധനം ഈ കേസിൽ വരില്ല. ഈ വെറും സാധാ മഞ്ഞയാവണ കേസ് മാത്രമാണ് നിങ്ങൾക്ക് തരണത്. പിന്നെ നമുക്ക് 80 വാട്ടിൻ്റെ ചാർജർ, Type A to Type C കേബിൾ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന സിം എജക്റ്റിംഗ് ടൂൾ, ഇത്രയും സാധനങ്ങളാണ് ഈ ഫോണിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ആരും പെട്ടിയിലകത്തൊന്നും തരുന്നില്ല എന്ന് പേടിക്കേണ്ട. അപ്പോൾ എന്തിനാണെങ്കിലും ഡിസൈൻ പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞു, അത്യാവശ്യം നല്ല എണ്ണ IP66, 68, 69, 69K തുടങ്ങിയ എല്ലാ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റും വരുന്നുണ്ട്. ബിൽഡിലേക്ക് ടാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ഫോണാണെന്ന് തോന്നുന്നു. 100-190 ഗ്രാം ഒക്കെ വരത്തുള്ളൂ. നമുക്ക് ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ അൾട്രാസോണിക് അല്ല, ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അൾട്രാസോണിക് എവിടെ ഡിസ്പ്ലേ AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, 3600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, അതിൽ 1800 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ്. അതായത് നിങ്ങൾ വെയിലത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഡിസ്പ്ലേ അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിളാണ്. PWM ഡിമ്മിങ് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ടുണ്ട്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നില്ല. പിന്നെന്തിരി, എനിക്കെന്തായാലും ഇതിൻ്റെ ഒരു കോമ്പാക്റ്റ് സൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന. ഇനി പ്ലിങ് ആയിട്ടുണ്ടല്ലോ, ഞാൻ ഫോൺ തറയടിക്കും. അപ്പം വളരെ കോമ്പാക്റ്റ് സൈസായിട്ടുള്ള ഒരു നല്ല ഫോണാണ് ഓപ്പോ നമുക്കിവിടെ കാഴ്ച വച്ചിരിക്കുന്നത്. അത്യാവശ്യം ഫാസ്റ്റായിട്ടുള്ള ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ആൻഡ് പിന്നെന്തൊരു ഡിസ്പ്ലേ. അപ്പം നിങ്ങൾക്ക് മറ്റേ യൂട്യൂബ് കാണാനും, നെറ്റ്ഫ്ലിക്സ് കാണാനും, യൂട്യൂബ് മറ്റേ പ്രൈം കാണാനും ഒക്കെ നല്ല തന്നെയാണ്. റീല് കാണാനും ബ്രൗസിങ് ആയിക്കോട്ടെ, എല്ലാത്തിനും നല്ല ഒരു ഡിസ്പ്ലേ ആണ് അണ്ണന്മാർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ വേറെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഫോൺ തുറക്കുമ്പോൾ തന്നെ ഈ സാധനം കണ്ട, ഇതിനെ നമ്മളിങ്ങനെ ലോങ് പ്രസ് ചെയ്യണം. എവിടെ ലോങ് പ്രസ് ചെയ്ത് ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, ഈ ഹോട്ട് ആപ്പ്, ഹോട്ട് ഗെയിംസ് അങ്ങ് ഓഫ് ചെയ്യണം. ഓക്കെ ഓക്കെ, അതൊന്ന് മറക്കാതെ ഓഫ് ചെയ്യണം കേട്ടോ, മറക്കരുത്. പിന്നെ ഇവർ തന്നെ ഒരു ആപ്പ് മാർക്കറ്റ് എന്ന സാധനമുണ്ട്, അതിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിടുക. ലോക്ക് സ്ക്രീൻ സെറ്റിങ്സ് കയറിയിട്ട് ഈ സാധനവും കൂടെ ഓഫ് ചെയ്തിടണേ. കഴിഞ്ഞ്, ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം അതാണ് ഇതിൻ്റെ പരിപാടി. ഓക്സിജൻ വോയിസാണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. 5 വർഷത്തെ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് ഓപ്പോ പ്രോമിസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ഇസ് വെരി സ്മൂത്ത്, സ്നാപ്പി, സ്നൂപ്പി, ക്നൂപ്പി ഒക്കെയാണ്.
ഇങ്ങനത്തെ വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എല്ലാ രീതിയിലുള്ള AI പരിപാടികളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മൈൻഡ് പൈലറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജെമിനി, പെർപ്ലക്സിറ്റി, ChatGPT എല്ലാം ഒരു കൂടെ കീഴിൽ. ഒരു സ്ഥലത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ആ ഇൻഫർമേഷൻ എടുക്കണമെന്ന് ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് മൈൻഡ് സ്പേസ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ടിക്കറ്റ് ആവാം, കോൺസെർട്ടിൻ്റെ ടിക്കറ്റ് ആവാം, നല്ല വാച്ചിൻ്റെ സ്ക്രീൻഷോട്ട് ആവാം, അതൊക്കെ എടുത്ത് ഈ മൈൻഡ് സ്പേസിലോട്ട് തട്ടാം. ഇതിൻ്റെ അകത്ത് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞ പരിപാടി വരുന്നുണ്ട്. ജസ്റ്റ് ഒരു പ്രകാരം നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ മൈൻഡ് മാപ്പിലോട്ട് ഇത് പോകുന്നു. ഇതിലൊരു ഡേറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് കലണ്ടറിലോട്ടും ഈ ഒരു ഡേറ്റ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞൊരു സംഭവം കൂടെ വരും. അയ്യോ കണ്ട, വേണമെങ്കിൽ നമുക്കിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ കലണ്ടറിൽ പോയി ഈ സാധനം കിടക്കും. ഇത് നമ്മൾ അലോ കൊടുക്കണം. അപ്പോൾ അതവിടെ പോയി കിടന്നോളും. ഇതേപോലെ മൈൻഡ് സ്പേസിലോട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും തട്ടാം. അറിയില്ല, ഇതാണ് മൈൻഡ് സ്പേസ്. ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും നോക്കാൻ പറ്റും. നമ്മുടെ AI പരിപാടികളിലുള്ള നമ്മളെടുത്ത സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ ഗൂഗിൾ ഇതിൽ നിന്നാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഉള്ളതാണ് മൈൻഡ് പൈലറ്റ്, കാണിച്ചിട്ടുള്ളതാണ്. മൈൻഡ് പൈലറ്റിൻ്റെ അകത്ത് നമുക്ക് 3 സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ജെമിനി, അതേപോലെ പെർപ്ലക്സിറ്റി ആൻഡ് ChatGPT. ഈ 3 മോഡലും ഒരു കുട കീഴിൽ എന്ത് ചോദിച്ചാലും അതത് പറഞ്ഞു തരും. ഓക്കെ. AI സജഷൻ, ആസ് യു നോ, ഇറ്റ് സജസ്റ്റ് ന്യൂസ്, പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആപ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അത് സജസ്റ്റ് ചെയ്യും. പിന്നെ AI സെർച്ച്, AI റൈറ്റ്, AI ട്രാൻസ്ലേറ്റ്, AI വോയിസ് സ്ക്രൈബ്, ഇതൊക്കെ നിങ്ങൾക്ക് കൊച്ചുകുട്ടികളെ പോലെ ഞാൻ ഇനി പറഞ്ഞു തരാനില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ ഇട്ട് തന്നിട്ടുള്ളതാണ്. പിന്നെ ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. AI റൈറ്റൊക്കെ നല്ലൊരു ടൂളാണ്. എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇഷ്ടമനുസരിച്ചിട്ട് കുറച്ചും കൂടെ ഇൻ്റലക്ച്വലായിട്ട് അതിനെ മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാനോ ഒക്കെ അത് യൂസ് ചെയ്യാം. ട്രാൻസ്ലേറ്റ് നിങ്ങൾക്കറിയാവുന്ന പോലെ തർജിമ. വോയിസ് സ്ക്രൈബ് എന്ന് പറയുന്നത് ഏവനെങ്കിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം, വല്ല മീറ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ സാധനം എടുത്ത് അവിടെ വെച്ചിട്ട് അത് തന്നെ നോയിക്കോളും. റെക്കോർഡ്, സമ്മറൈസ് ആൻഡ് ട്രാൻസ്ലേറ്റ് ദ മീറ്റിംഗ് ഓഫ് ദ അജണ്ട. ഓക്കെ. അപ്പം AI സ്നാപ്പ് അറിയാലോ, ഇവിടെ ഈ ഒരു ബട്ടൺ ഉണ്ട്. ഈ സാധനത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ കൊടുക്കണമെങ്കിൽ നല്ലത് സ്നാപ്പ് ടു മൈൻഡ് സ്പേസ് ആണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് കുറയ്ക്കാനോ ഡു നോട്ട് ഡിസ്റ്റർബ്, ക്യാമറ, ടോർച്ച്, റെക്കോർഡർ, ട്രാൻസ്ലേറ്റ് ഏത് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ആക്ഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇത് കൊടുക്കാം, സ്നാപ്പ് കീ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ പരിപാടി. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ക്യാമറയിൽ അവർ കുറച്ച് AI പരിപാടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ക്യാമറയെ പറ്റി പറയുമ്പോൾ ഞാനത് പറയാം. പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 4 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ചിപ്സെറ്റ് എന്താണെന്നും ആ ചിപ്സെറ്റ് എന്തൊക്കെ കേപ്പബിൾ ആണെന്നൊക്കെ ഈ ചാനലിൽ തന്നെ ഞാൻ പല ഫോണുകളിൽ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേ സാധനം തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. വലിയ മാറ്റമൊന്നും നിങ്ങൾ ആരും അതിൽ പ്രതീക്ഷിക്കേണ്ട. ഇറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് ചിപ്സെറ്റ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ്. നമുക്ക് ഏകദേശം 75% CPU ത്രോട്ടലിംഗ് വരുന്നുണ്ട്. 1.4 മില്യൻ്റെ ആൻഡ്യൂറ്റു സ്കോർ വരുന്നുണ്ട്. നമുക്ക് 3D മാർക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ 97.5% സ്റ്റേബിളാണ്. അത്യാവശ്യം ബെസ്റ്റ് ലൂപ്പ് സ്കോർ വരുന്നുണ്ട്. അധികം ചൂടാവാത്തൊരു ഇതാണ് ഞാൻ കണ്ടത്. ഐ ഡിഡ് ഫെൽറ്റ് എനി ഹീറ്റിംഗ് ആയിട്ടുള്ള ഒന്നും എനിക്ക് തോന്നിയില്ല. നിങ്ങൾ BGMI കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 90 FPS, ഓക്കെ, ചിന്തിക്കണം, 120 FPS അല്ല, 90 FPS ഗെയിം പ്ലേ സ്മൂത്ത് ഗ്രാഫിക്സിൽ കിട്ടും. നിങ്ങൾ HDയിലോ അതിന് മുകളിലോ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 60 FPSൻ്റെ ഗെയിം പ്ലേ ആയിരിക്കും നിങ്ങൾക്കിതിൽ കിട്ടാൻ പോകുന്നത്. പിന്നെ ഇൻബിൽട്ടായിട്ട് ഇതേപോലത്തെ ഒരുപാട് ആപ്സുകൾ വരുന്നുണ്ട്. ഫീൽ ഫ്രീ ആൻഡ് ടേക്ക് യുവർ ടൈം ആൻഡ് അൺഇൻസ്റ്റാൾ ദം ഇഫ് യു വാണ്ട്. അല്ലാത്ത പക്ഷം ലിങ്ക്ഡിൻ, നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ ഗൂഗിൾ ആപ്സൊക്കെയാണ് ഇൻബിൽട്ടായിട്ട് ഈ ഫോണിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് ആയതുകൊണ്ട് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ, ഇല്ലാതിരിക്കുക, അതൊക്കെ നിങ്ങളിഷ്ടം. എന്തിനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവർ ഫോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. LPDDR5Xൻ്റെ റാമും UFS സ്റ്റോറേജ് 3.1 ആണ് ഇതിൻ്റെ അകത്തുള്ളത്. UFS സ്റ്റോറേജ് 4.1 കൊടുക്കാമായിരുന്നു ഇൻ മൈ ഒപ്പീനിയൻ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ഫോണിലുണ്ട്. എന്താ പറഞ്ഞാൽ പോലും ഒരു ഗെയിം പരിപാടിക്കാണെങ്കിലും ആയിക്കോട്ടെ, അത്യാവശ്യം ഗെയിം കളിക്കാമെന്നുള്ള, അല്ലാതെ ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ളൊരു ഫോണല്ല എന്ന് ആദ്യം നിങ്ങൾ ആ ഒരു സത്യം മനസ്സിലാക്കുക. ഇതിൻ്റെ അകത്ത് NFC ഞാൻ കണ്ടില്ല, അതേപോലെ തന്നെ ഈ സിമ്മും ഞാൻ കണ്ടില്ല. 6700 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, ബൈപ്പാസ് ചാർജിങ്, ആ പരിപാടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് ഇടുന്ന സമയത്ത് ഗെയിം കളിക്കുന്ന സംഭവം കുത്തി ഇട്ടുകൊണ്ട് കളിക്കുക, അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.
ഇതിനാണെങ്കിൽ ഫാസ്റ്റായിട്ട് തന്നെ പടപടയെന്ന് ചാർജാവും. നല്ല വലിയ ബാറ്ററി ലൈഫ് തരുന്നുണ്ട്. ഒരു ഫുൾ ഡേ ബാറ്ററി ലൈഫ് ഈസി ആയിട്ട് കിട്ടും. അല്ലാത്ത വശം ഭയങ്കരമായിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്നാൽ പോലും ഒരു ഫുൾ ഡേ കിട്ടും. വയർലെസ് ചാർജിങ് ഇതിൻ്റെ അകത്തില്ല, ഇതൊക്കെ വയർലെസ് ചാർജ് കൊടുക്കാമായിരുന്നു, ബിക്കോസ് ഇത് ഗ്ലാസ് ബാഗാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വലിയ ബാറ്ററി വെച്ചുകൊണ്ടായിരിക്കണം ഇവർ മാക്സ് സേഫ് കൊടുത്തില്ല. മാക്സ് സേഫ് വയർലെസ് ചാർജിങ് അല്ല, അറ്റ്ലീസ്റ്റ് ഒരു മാഗ്നറ്റെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഈ ചേട്ടനെ പ്ലക്കൻ ഒട്ടിക്കായിരുന്നു. നമുക്ക് ഈ ചേട്ടനെ പറ്റി സംസാരിച്ചാൽ ഈ ചേട്ടന് വലിയ പരിപാടിയൊന്നുമില്ല. ഇതേപോലത്തെ പൂച്ചേനെയും കരടീനെയും ഒക്കെ കാണിച്ചു തരും. ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ആപ്പുണ്ട്, ഓപ്പോ ബബിൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് അപ്ഡേറ്റ് വന്ന് നടക്കണം. നവീൻ അപ്ഡേറ്റ് ആയിക്കോളി. ഇതിൻ്റെ അകത്തൊരു 560 mAh ബാറ്ററി ഉണ്ട്. ഏകദേശം ഒരു 7 മണിക്കൂർ ഫുൾ ചാർജിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കിട്ടും. പിന്നെ ഇതിൽ ആംലെറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആൻഡ് സ്നാപ്പി ഒക്കെയാണ്. ഇത് വെച്ചിട്ടുള്ളൊരു മെയിൻ പരിപാടി, നിങ്ങൾക്ക് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇതൊന്ന് അപ്ഡേറ്റ് ആയിക്കോട്ടെ, 1 മിനിറ്റിൽ അപ്ഡേറ്റ് ആവും. അതിന് മുന്നേ നമുക്ക് ക്യാമറയെ പറ്റി സംസാരിക്കാം. ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ഈ ഫോണിൽ എല്ലാം 50 മെഗാ പിക്സലാണ്. ബാക്കിൽ 3 ക്യാമറ 50 മെഗാ പിക്സൽ, ഫ്രണ്ടിലും 50 മെഗാ പിക്സൽ. 4K 60 FPS സപ്പോർട്ട് ഫ്രണ്ടിലുണ്ട്. ബാക്കിലും 4K 60 FPS സപ്പോർട്ട് യെല്ലോ ക്യാമറയിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതൊരു നല്ല ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 60 ഇട്ട് കഴിഞ്ഞാൽ അൾട്രാവൈഡ് 1x 2x 3x 7x എല്ലാത്തിലും നിങ്ങൾക്ക് 4K വെച്ചിട്ട് വീഡിയോ എടുക്കുക. ഓക്കെ, അതേപോലെ നമുക്ക് ബാക്ക് ക്യാമറ വെച്ചിട്ടും 50 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡൊക്കെ വരുന്നുണ്ട്. ഇതേപോലെയൊക്കെ നമുക്ക് ഷോട്ട് വയ്ക്കാം. പിന്നെ അതുകൊണ്ട് ഈ ബബിൾ ഉള്ളത് കൊണ്ട് നമുക്ക് നൈസായിട്ട് ഫ്രെയിമും നോക്കാൻ പറ്റും. ദാറ്റ് ഈസ് ആക്ച്വലി വെരി കൂൾ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് 1x അടിച്ച് തന്നെ ഇങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഫ്രെയിമിംഗ് ഒക്കെ. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവണമെന്തോ ബ്ലോൺ ഔട്ട് ആവണമെന്തോ എന്നൊക്കെ ഇതിൽ കാണാം. ദാറ്റ് ഈസ് ആക്ച്വലി വെരി ഗുഡ്. നല്ല സാധനം കൊള്ളാം. പിന്നെ 4K 60 FPS സപ്പോർട്ട് ബാക്ക് ക്യാമറ വരുന്നുണ്ട്. 3 50 മെഗാ പിക്സൽ ആയതുകൊണ്ട് ഇതേപോലെയൊക്കെ മൂക്കിൻ്റെ മണ്ടേ വരെ എടുത്തോണോ ക്ലാരിറ്റി. ബട്ട് എനിവേസ് അൾട്രാവൈഡ് 50 മെഗാ പിക്സൽ ആയതുകൊണ്ട് ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സുനാഗിൽ ഉള്ളത് കൊണ്ട് അത്യാവശ്യം ഫ്രെയിമൊക്കെ നോക്കി. ഇത് പക്ഷേ എക്സ്ട്രാ മേടിക്കാനുള്ള സാധനമാണ്. 7,990 രൂപ എന്താണ് എൻ്റെ പ്രൈസ് വരുന്നത്. ഇങ്ങനത്തെ സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ചെയ്യാം. ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. നിങ്ങൾ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇഫ് യു ആർ എ വ്ളോഗർ. ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെൻസർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കിടിലം സാധനമാണ്. നമുക്ക് 1x 2x എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇതേപോലെയൊക്കെ സൂം ഇൻ ചെയ്ത് കളിക്കാം. ഫ്രണ്ട് ക്യാമറയിൽ 4K 60 FPS സപ്പോർട്ട് വരുന്നുണ്ട്. സോ ഇഫ് യു ആർ എ വ്ളോഗർ, ഇഫ് യു വാണ്ട് പ്ലാനിങ് ടു വ്ളോഗ്, യു ക്യാൻ ആക്ച്വലി ഹൈലൈറ്റ് കൺട്രോൾസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ചെറുതായിട്ടൊക്കെ ഒന്ന് നമ്മുടെ മുഖം അത്യാവശ്യം ഇതാണ്. ബാക്ക് ബ്ലോൺ ഔട്ട് ആണെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി. നിപ്പിലോട്ട് സ്വിച്ച് ചെയ്യാൻ ബാക്ക് ക്യാമറയിലോട്ട് സ്വിച്ച് ചെയ്യുന്ന പരിപാടിയും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ലോകം ഇതേപോലെ കാണിക്കാം. ഓക്കെ, ദിസ് പരിപാടി ഈസ് ആക്ച്വലി പ്രിറ്റി നൈസ്. ഇതിലൊരു മൈക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. മറ്റേ നമ്മുടെ ഇൻസ്റ്റാ 360 പോലെ ഇതിൽ ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ്. നമുക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തള്ളുമ്പം വീഡിയോയും ഫോട്ടോയും, പിന്നെ നമ്മളിപ്പം ഫോണിൽ പോർട്രേറ്റോ ഏത് ഓപ്ഷൻ ഇട്ടാലും അത് വെച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാം. ബട്ട് അതർ ദാൻ ദാറ്റ് പിന്നെ ഒരു പൂച്ചക്കുട്ടി എന്തോ ചാടി വരും. അങ്ങനെ കുറച്ച് സീനുകളേ ഉള്ളൂ. കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് ഒരു ഇതിലോട്ട് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ നൈസ്. ബട്ട് ഫോർ ദ ടൈം ബീങ് ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഈ സാധനം ഐഫോണിൽ വർക്കാവും. ഇതിൻ്റെ ഒരു ആപ്പുണ്ട് ഓപ്പോ ബബിൾ എന്ന് പറഞ്ഞിട്ട്, അതെടുത്തിട്ട് ഐഫോണിൽ ഇട്ടിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കയറാം. പക്ഷേ എൻ്റെ ഐഫോണിൽ കയറിയില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് നിങ്ങളൊരു മൈക്ക് കണക്ട് ചെയ്യാൻ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ സുഖമായിട്ടിരുന്ന് ഇതേപോലെ വീഡിയോ എടുക്കാം. അല്ലേ, ഒന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടി മാത്രം വെക്കുക. ഫോക്കസ് ആണോ, ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കുക, പുട്ട് എ മൈക്ക്, സ്റ്റാർട്ട് ഡൂയിങ് വീഡിയോ. അതാണ് ഇത് നല്ലൊരു യൂസ് ഉള്ള ഒരു പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിക്കുള്ളതൊരു 7 മണിക്കൂറോ 6 മണിക്കൂറോ എന്തോ ഇതിന് ഫുൾ ചാർജിൽ കിട്ടും. സോ ഇറ്റ്സ് ആക്ച്വലി വെരി കൂൾ. ഓപ്പോ ബബിൾ. ഔട്ട്ഡോറിൽ നിങ്ങൾ നമ്മുടെ ഓപ്പോ റെനോ 16 ഇറങ്ങുകയാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോ സെൽഫിയിലെടുക്കാം. കുറച്ചും കൂടെ ഹൈലൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും.
ഔട്ട്ഡോർ വിസിബിലിറ്റിയിൽ ഇതാണ് പരിപാടി. ഓക്കെ, ഇത് ബാക്ക് ക്യാമറയിൽ അൾട്രാ വൈഡ് വെച്ചിട്ട് ഔട്ട്ഡോർ വിസിബിലിറ്റിയിൽ ഇങ്ങനത്തെ ഒരു ഇതാണ് അൾട്രാ വൈഡ് കിട്ടുന്നത് 4K 30 FPS. ക്യാമറ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളി ക്യാമറ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ ഫോണിൻ്റെ ക്യാമറ ഫീൽ ചെയ്തത്. ലെറ്റ് ഇറ്റ് ബി ഹൈലൈറ്റ് കൺട്രോൾസ്, ലെറ്റ് ഇറ്റ് ബി ടേക്കിംഗ് പോർട്രേറ്റ് ഷോട്ട്സ്, അതിൽ നിങ്ങളുടെ എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ അടിപൊളിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതൊരു പോർട്രേറ്റ് ഷോട്ടാണ്. നിങ്ങൾ കണ്ട ആ മുടിയുടെ ഇതൊക്കെ വളരെ നാച്ചുറലായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. വിച്ച് ആക്ച്വലി ഗിവ്സ് ദ ഫാക്ട് ദറ്റ് ദിസ് ഫോൺ ഈസ് റിയലി നൈസ് വെൻ ഇറ്റ് കംസ് ടു ടേക്കിംഗ് പോർട്രേറ്റ് ഫോട്ടോസ്. പിന്നെ ഫ്രണ്ട് ക്യാമറ അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഫ്രണ്ട് ക്യാമറയും അടിപൊളി തന്നെയാണ്, വീഡിയോ എടുക്കാനും അടിപൊളി തന്നെയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് വ്ളോഗൊക്കെ ചെയ്യാനായിട്ട് സൂപ്പർ സാധനം ഇതും കൂടെ ഉണ്ടെങ്കിൽ ഇതിന് 7,000 രൂപ 7,999 അങ്ങനെ എന്തുകൊണ്ട് എൻ്റെ പ്രൈസ് പറഞ്ഞു കേട്ടോ. ഈ സുനാഗ്ലി നിങ്ങളൊരു വ്ളോഗറാണെങ്കിൽ നിങ്ങൾക്കിത് സുഖമാണ്. അതായത് ഇതേപോലെ കേസ് ഇട്ടിട്ട് അണ്ണനെടുത്ത് പ്ലാച്ചനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലേ, അണ്ണൻ പിന്നെ ക്യാമറയിൽ ഔട്ട് കാണിച്ചു തരും. ഇതൊന്ന് റീസ്റ്റാർട്ട് ആവട്ടെ, അപ്പോൾ കാണിച്ചു തരാം. ഈ സാധനത്തിൽ നിങ്ങൾ വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ആംഗിളിലാണോ എന്നൊക്കെ നിങ്ങൾക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത് അടിപൊളി. നിങ്ങൾക്ക് സെൽഫി എടുക്കണം, ബാക്ക് ക്യാമറ വെച്ച് എടുക്കാം. എസ്പെഷ്യലി ചില പെൺകുട്ടികൾ, അതായത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, ബോയ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരുമെന്ന്. എടുത്തു കൊടുക്കുന്ന ഫോട്ടോ കാശിന് കൊള്ളൂല എന്നവർ പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ സാധനം എടുത്ത് അവരെ കൈ കൊടുക്കണം. എന്നിട്ട് ഈ ആംഗിൾ കൊള്ളാവോ, ഇത് മതിയോ, ഇങ്ങനെ എടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കുക. അതാണ് ഇതിൻ്റെ ഒരു വലിയ ഗുണം. രണ്ടാമത്തെ ഗുണം, ഒറ്റയ്ക്ക് മറ്റേ ഓണത്തിനൊക്കെ മറ്റേ വിഷുവിനും ക്രിസ്മസിനും ഈദിനൊക്കെ നല്ലപോലെയൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് ഒരു ട്രൈപോഡിൻ്റെ ആവശ്യം മാത്രമേ, ട്രൈപോഡ് വേണ്ട, വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാലും മതി. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ കുത്തിയിരുന്ന് ഇതിൻ്റെ അകത്തിരുന്ന് ഫോട്ടോ എടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഓപ്പോ ബബിളിൻ്റെ ആപ്പ്. ഇതിൽ നമുക്ക് പല പല പൂച്ചാണ്ടികളെ കിട്ടും. ഒരു പക്ഷിയുണ്ട്, ഒരു കരടിയുണ്ട്, പൂച്ച, മറ്റൊരു കരടി, പിന്നെ ഒരു മൊയിൽ. ഇത്രയും സാധനങ്ങളാണുള്ളത്. ഇതിന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് നിങ്ങളുടെ ഫോട്ടോ വേണമെങ്കിൽ വാൾപേപ്പറായിട്ട് ഇടാം. അതിനുശേഷം ഇതിനെ സ്ലൈഡ് ചെയ്യുക. ഇത് മുകളിലോട്ട് പൊക്കിക്കഴിഞ്ഞാൽ കണക്റ്റിംഗ് ടു ക്യാമറ എന്ന് വരും. എന്നിട്ട് ഇതാണ്ട് ഇതേപോലെ നിങ്ങൾക്കിരുന്ന് വീഡിയോ എടുക്കുക. ഇപ്പം ഞാൻ ബാക്ക് ക്യാമറയിലൂടെ തട്ടിക്കഴിഞ്ഞാൽ എന്നെ കാണാം, കണ്ട. ഇതേപോലെ നിങ്ങൾക്ക് കൂളായിട്ടിരുന്ന് വീഡിയോ എടുക്കാം. എടുക്കണ സമയത്ത് ഇങ്ങനെ ബാക്കി വെക്കുമ്പോൾ ഉണ്ടല്ലേ, ഇതിലോട്ട് നോക്കി ചിരിക്കല്ല്, ഇങ്ങനെ ഇരിക്കും. മനസ്സിലായേ? എന്നുകൂടെ കാണിച്ചു തരാം. ഫോട്ടോയിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കും. ഇതിലോട്ട് നോക്കണം. ഇതാണ് ലെൻസ്, ഇതല്ല ലെൻസ്. മനസ്സിലായേ? ഏതല്ല ലെൻസ്? ഇതല്ല ലെൻസ്, ഇതാണ് ലെൻസ്. അപ്പം നിങ്ങൾ ലെൻസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഞാൻ കറക്റ്റാണോ നിൽക്കുന്നത് എന്ന് നോക്കാനുള്ള സാധനമാണ്. ഇതിലോട്ട് നോക്കിക്കൊണ്ട് വീഡിയോയോ ഫോട്ടോയോ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഒന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. എന്തിനാണെങ്കിലും ഇതിൽ വീഡിയോ എടുക്കാം, ഇങ്ങോട്ടായിക്കഴിഞ്ഞാൽ ഫോട്ടോയോ ആക്കാം. എന്നിട്ട് നമുക്ക് 1x 2x ഇങ്ങനെ മെയിനായിട്ടുള്ള ഒപ്റ്റിക്കൽ സൂമുകൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. 2x വരാറില്ല. 1x കഴിഞ്ഞാൽ 2x വരും, പിന്നെ 3.5x വരും. വീഡിയോയിൽ ഞാൻ അത് ശ്രദ്ധിച്ചതാണ് കേട്ടോ. പിന്നെ പോർട്രേറ്റ് ഇടണമെങ്കിൽ ഇങ്ങോട്ടാക്കിയിട്ട് കാര്യമില്ല. വീഡിയോയും ഫോട്ടോയും എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പോർട്രേറ്റ് വേണമെങ്കിൽ തന്നെ ഇവിടെ പോർട്രേറ്റ് ഇടണം. ഫോണിൽ പോർട്രേറ്റ് ഇട്ട് കഴിഞ്ഞാൽ പോർട്രേറ്റിൻ്റെ ഇത് ഓപ്ഷൻ ഇവിടെ വരും. അത് 1x 3x മാത്രമേ വരുന്നുള്ളൂ. സോ ദിസ് ഈസ് ദ ഗുഡ് ഓപ്ഷൻ ഇഫ് യു ആർ ഒറ്റയ്ക്ക് എടുക്കുന്ന പരിപാടീസ് ആൻഡ് യു ആർ എ കോണ്ടൻറ് ക്രിയേറ്റർ ഹൂ വാണ്ട്സ് ടു എന്താ പറയുക, ടേക്ക് വീഡിയോസ് ആൻഡ് ഫോട്ടോസ്. അവർക്ക് പറ്റിയ ഒരു പരിപാടിയാണിത്. അപ്പോൾ അതാണ് എനിക്ക് ഇതിൻ്റെ ക്യാമറ പറ്റും. ക്യാമറ അത്യാവശ്യം അടിപൊളി ക്യാമറ തന്നെയാണ്, പോർട്രേറ്റ്സ് എടുക്കാനായാലും എല്ലാത്തിനും. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് AI പരിപാടികൾ വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ക്രിയേറ്റ് ഉണ്ട്. ഈ ക്രിയേറ്റിൽ കൊളാജ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇതെടുക്കുമ്പം ഒരു അടിപൊളി പരിപാടിയുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ ഇതിനെ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുമ്പം ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, പോപ്പപ്പ്. ഇനി എൻ്റെ തല മറ്റേ ഫോട്ടോ വരെ മണ്ടി വന്ന് നിൽക്കും, നോക്കിയോ, കണ്ട. എന്നിട്ട് എനിക്കിതിൽ ചെറുതാക്കിയിട്ട് എൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട്
എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഇതേപോലെ പ്ലേസ് ചെയ്യാം. നല്ല ഓപ്ഷനാണ് കേട്ടോ, ഇത് കൊള്ളാം. കുറച്ചും കൂടെയൊക്കെ ക്രിയേറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്നവർക്ക് പറ്റിയ സാധനമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവിടെ പോയാൽ നേരെ ഇവിടെ സ്റ്റിക്കർ എന്നതിൻ്റെ ഓപ്ഷൻ വരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ എടുത്ത് വെച്ചേക്കണേന് ഇതേപോലെയൊക്കെ പല കലാപരിപാടികളും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറിന് ഇതേപോലെ ഉണ്ടാക്കാം. എഡിറ്റ്സിൽ സ്റ്റിക്കർ, പിന്നെ ഇവിടെ ഉള്ള എഡിറ്റ്സ് അറിയാമല്ലോ. AI എഡിറ്റിൽ അതുകൊണ്ട് ഇത്രയും ഓപ്ഷൻസ് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാം ഉണ്ട്. AI റീകമ്പോസ്, AI ഇറൈസർ, പോർട്രേറ്റ് ഗ്ലോ എന്ന് പറഞ്ഞാൽ മുഖം കുറച്ച് ഇരുണ്ടിരിക്കുകയാണെങ്കിൽ വെളുപ്പിക്കാനായിട്ട്, പെർഫെക്റ്റ് ഷോട്ട്, AI എൻഹാൻസ്ഡ് ക്ലാരിറ്റി, അൺബ്ലർ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോപ്പ് ക്യാമറ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് നല്ല കുറേ ഫിൽറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് ബേസിക്, ഇത് ഇൻസ്റ്റൻറ്റ് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എടുക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഇതേപോലത്തെ ഒരു ഇതിൽ വരും. ഭയങ്കര രസമുണ്ട്, ഒരു ഫ്രെയിമിൽ വരും അത്. പിന്നെ ഡിജി ക്യാം, ലൈറ്റ് ലീക്സ്, ഇങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഫിൽറ്റർ എല്ലാം കൂടെ അവരൊരു സ്ഥലത്ത് കൊണ്ട് വെച്ച്. ഇതേപോലത്തെ എഫക്ട്സിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇങ്ങനൊരു പരിപാടിയും കൂടെ ഈ ഫോണിലുണ്ടേ. അപ്പോൾ അതാണ് ഈ ഫോണിൻ്റെ പരിപാടി. കളർ വോയിസിലാണ് വരുന്നത്. നല്ല ഒരു കിടിലൻ ഡിസ്പ്ലേ, ഈ 3D പരിപാടി അടിപൊളി, ക്യാമറ പൊളി. നിങ്ങളൊരു നല്ലൊരു ക്യാമറ സെൻട്രിക് ഫോൺ നോക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഓഫ്ലൈനിൽ പോകുമ്പോഴാണ് ഈ സാധനം നമ്മളുടെ കൺമുന്നിൽ വരാൻ പോണത്. ആ സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോയുടെ ഈ ഒരു സാധനം കൊള്ളാൻ കേട്ടോ. ഒരുപാട് സാധനങ്ങൾ കൊടുക്കാമായിരുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ. UFS സ്റ്റോറേജ് 4.1, അതേപോലെ ഒരു അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാമായിരുന്നു. കൊടുത്തില്ല, അത് അവരെ ഇഷ്ടം. ഇനി നമുക്കൊന്നും പറയാനുള്ള പരിപാടിയില്ല. നല്ലൊരു ഫ്ലാഷൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫ്ലാഷ് ഫോട്ടോയൊക്കെ എടുക്കുന്നവർക്കൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല AI പരിപാടികൾ വരുന്നുണ്ട്. 12 GB റാം വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കണ്ട, നല്ലൊരു ഫോൺ തന്നെയാണ്. അതൊരു കോമ്പാക്ട് സൈസ് ആയിക്കോട്ടെ, ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി നൈസ്. നല്ലൊരു വേപ്പർ കൂളിംഗ് പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തോ ഒരു ലിക്വിഡ് ഐസ് കൂളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കാണ് ഫിംഗർ പ്രിൻറ്റ്, പിന്നെ UFS സ്റ്റോറേജ് 4.1 കൊടുക്കാമായിരുന്നു. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ കൊടുക്കാമായിരുന്നു. NFC കൊടുക്കാമായിരുന്നു. പിന്നെ eSIM സപ്പോർട്ട് കൊടുക്കാമായിരുന്നു. വയർലെസ് ചാർജിങ് കൊടുക്കാമായിരുന്നു. ഇതൊക്കെ കൊടുക്കാമായിരുന്നു. ഇതൊന്നും ഇനി ആകിയ കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തിനാണെങ്കിലും ഇതിൻ്റെ വില എത്രയായിരുന്നു? 62,000 രൂപ അങ്ങനെ എന്തോ എൻ്റെ പ്രൈസ് വരുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. 40,000 45,000 ഇറങ്ങിക്കൊണ്ടിരുന്ന ഫോണുകൾ 60-65 കാറ്റഗറിയിലോട്ട് വരും. അൺലെസ് ഓർ അൺടിൽ ഇതിനൊരു റാമിനും SSDക്കും ഒരു വീഴ്ച വരുന്നവരെ ഇതൊക്കെ തന്നെയാണ് പ്രൈസ്. അതുകൊണ്ട് പ്രൈസിനെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് എനിക്കും സമയം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്കും നോക്കിയിട്ട് കാര്യമില്ല. കുതിര പിടിക്കണമെങ്കിൽ നേരെ പോയി പിടിക്കേണ്ടത് അവന്മാരെയാണ്. ഇനി അവരെ പിടിച്ചിട്ടും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ വലിയൊരു ധർമ്മസങ്കടത്തിലാണ് ഞാനും ഇരിക്കുന്നത്. എന്തിനാണെങ്കിലും ഫോൺ കൊള്ളാം, നല്ലൊരു കോമ്പാക്ട് ഫോൺ തന്നെയാണ്. നല്ല ക്യാമറ സെൻട്രിക് ഫോണാണ്. അത്യാവശ്യം ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു പോകും. നല്ല ഡിസ്പ്ലേ, സ്റ്റീരിയോ സ്പീക്കർ ഒക്കെ നല്ല രസം തന്നെയാണ്. എനിക്ക് അങ്ങനെയൊന്നും യാതൊരു വിഷയം തോന്നിയില്ല. eSIM സപ്പോർട്ടില്ല, ബ്ലൂടൂത്ത് 6.0, LDAC, LHDC ഒക്കെ വരുന്നുണ്ട്, ഓഡിയോ കോഡക്കുകൾ. സോ അതാണ് എനിക്ക് ഈ ഫോണിനെ പറ്റി പറയാനുള്ളത്. ഇറ്റ്സ് എ ഗുഡ് ഫോൺ, ബട്ട് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓപ്പോയുടെ തന്നെ കുറച്ചും കൂടെ കാശിട്ടിട്ട് Find X9s Find X9 ഒക്കെ എടുക്കാം കേട്ടോ, നിങ്ങളിഷ്ടമാണ്. പിന്നെ വൺപ്ലസിനെയൊക്കെ കാട്ടിലും, വൺപ്ലസ് ഇനി എടുക്കാൻ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞു പോലെ ഇനി വൺപ്ലസിൻ്റെ എടുക്കുന്നതിനെയൊക്കെ കാട്ടിലും ഓപ്പോയുടെ ഡിവൈസസ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. സർവീസ് സെൻ്ററൊക്കെ പക്കയാണ്. എല്ലായിടത്തും കേരളത്തിലൊക്കെ സർവീസ് സെൻ്ററുണ്ട്. അതുകൊണ്ട് അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. എന്താണെങ്കിലും ഫോൺ കൊള്ളാം, ബാക്കി കാര്യം നിങ്ങളുടെ ഇഷ്ടം. ഇതിലൊരു വെടിക്കെട്ട് ഫീച്ചറുണ്ട്, അത് പറയാൻ വിട്ടുപോയി. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ഷെയറിംഗ് എന്നാണ് എൻ്റെ പരിപാടി. ഇപ്പം ഞാനിപ്പം ആദ്യം ചെയ്യാനുള്ളതെന്ന് നമ്മൾ ആദ്യം ഒരു ബ്ലൂടൂത്ത് സ്പീക്കറോ ഹെഡ്സെറ്റോ എന്തെങ്കിലും കണക്ട് ചെയ്യണം. അത് ഓപ്പോയുടെ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് TWS ആയാലും കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ കണ്ട ഇത് നെക്കുമ്പോൾ സമയത്ത് ഇവിടെ ഓഡിയോ ഷെയറിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് മറ്റൊരു TWS ബ്ലൂടൂത്ത് സ്പീക്കറിനെയോ പെയറിംഗ് മോഡൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ കിട്ടും. എന്നിട്ട് നമ്മൾ ഇത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ, അതായത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന പാട്ടോ നമ്മൾ കാണുന്ന വീഡിയോ ഒക്കെ
ഓഡിയോ ആ അപ്പുറത്തിരിക്കുന്ന വ്യക്തിക്കും പറ്റും. അതിന് ഓപ്പോയുടെ സാധനം തന്നെ വേണമെന്നില്ല, ഏത് TWSഉം അത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. കിഡിലും ഫീച്ചർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓഡിയോ ഷെയറിങ്. ബ്ലൂടൂത്ത് 5.4 ആണ് കേട്ടോ, 6.0 അല്ല. പിന്നെ Wi-Fi 6. അത് ഇനിയിപ്പോൾ വേറെ ഒന്നും പറയാനില്ലല്ലേ, എല്ലാം ആയി. അപ്പോൾ എന്തിനാണെങ്കിലും ഫോൺ കൊള്ളാം. ഈ സാധനവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ പൂച്ച ചാടി വന്നത് ഓപ്പോ ബബിള്. ഇതിൻ്റെ അതും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കവർ ഇടാനായിട്ടുള്ള കേസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. വേണം കേട്ടോ, അതും കൂടെ കാണിച്ചിരിക്കുന്നത്. അതും കൂടെ കാണിക്കാതിരുന്നിട്ട് എന്തിരിക്കേ. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇതേപോലെ ഒരു കേസ് പറഞ്ഞുണ്ട്. ഈ കേസൊക്കെ എന്തിനാണെന്തോ എനിക്കറിഞ്ഞൂടെ. ഒരു സ്റ്റാറിൻ്റെ ഒരു ലോക്കറ്റും ഇങ്ങനത്തെ ഒരു കേസ് ഇതിനെ ഇടാൻ. ഒരു തറ വീണ് പൊട്ടായിരിക്കാനാണ്. കൊള്ളാം. എന്നിട്ട് ഇതിനിങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് നടക്കാം. ആരാണോ അതൊക്കെ തൂക്കിയിട്ടുകൊണ്ട് നടക്കാൻ പോണത് എനിക്കറിഞ്ഞൂടാ. എന്തൊരു പുല്ലാണെങ്കിലും ഇങ്ങനൊരു സാധനമാണ്. ഇതാണ് ലുക്ക്. ഇതും കൂടെ എടുത്തിടാം. ഇങ്ങനെയൊക്കെ നടക്കാൻ ആഗ്രഹമുള്ളവർക്ക് നടക്കാം കേട്ടോ. ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. ശരി.